അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തീവ്രവും ആകർഷകവുമായ വൈരങ്ങളിൽ ഒന്നാണ് ഡൊണാൾഡ് ട്രംപും മുൻ സെനറ്റ് ഭൂരിപക്ഷ നേതാവും നിലവിലെ സെനറ്റ് ന്യൂനപക്ഷ നേതാവുമായ ചക് ഷൂമറും തമ്മിലുള്ളത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിലെ ട്രംപിന്റെ പ്രസംഗത്തോടെ ഈ പോരാട്ടം വീണ്ടും ആഗോള മാധ്യമ ശ്രദ്ധ നേടുകയാണ്. ഡിന്നറിലെ ട്രംപിന്റെ പ്രസംഗം കേവലം വിനോദത്തിനോ നർമ്മത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. പകരം രാഷ്ട്രീയ ശത്രുക്കളെ പരസ്യമായി കടന്നാക്രമിക്കാനും സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾ കൃത്യമായി സ്ഥാപിച്ചെടുക്കാനുമുള്ള ഒരു വേദിയായാണ് അദ്ദേഹം അതിനെ ഉപയോഗപ്പെടുത്തിയത്. അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേരുന്ന പരമ്പരാഗതമായ ഈ പ്രൗഢഗംഭീര ചടങ്ങിൽ സ്വന്തം രാഷ്ട്രീയ എതിരാളികളെ അതിരൂക്ഷമായ ഭാഷയിൽ പരിഹസിക്കുകയെന്ന തന്ത്രമാണ് ട്രംപ് വീണ്ടും പുറത്തെടുത്തത്. ഈ പരിപാടിയിൽ ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ന്യൂയോർക്കിൽ നിന്നുള്ള പ്രമുഖ ഡെമോക്രാറ്റിക് നേതാവായ ചക് ഷൂമർ ആയിരുന്നു. കുടിയേറ്റ വിഷയത്തിലും ഇസ്രയേൽ നയങ്ങളിലും ഷൂമർ സ്വീകരിക്കുന്ന നിലപാടുകളെ ട്രംപ് അതിരൂക്ഷമായി വിമർശിച്ചു. കുടിയേറ്റ നയങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നടന്ന സംവാദങ്ങൾക്കിടയിൽ ചക് ഷൂമർ വികാരധീനനായി കണ്ണീർ പൊഴിച്ച സംഭവത്തെ ട്രംപ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയും അതിനെ കഠിനമായി പരിഹസിക്കുകയും ചെയ്തു. ഷൂമർ ഒഴുക്കിയത് യഥാർത്ഥ കണ്ണീരല്ലെന്നും അത് തികച്ചും വ്യാജവും ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകവും മാത്രമാണെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. മാധ്യമ ശ്രദ്ധ നേടാനും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനും വേണ്ടി ഷൂമർ നടത്തുന്ന ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ അമേരിക്കൻ ജനതയെ വഞ്ചിക്കുന്നതാണെന്ന് ട്രംപ് തന്റെ വാക്കുകളിലൂടെ ആരോപിച്ചു. കേവലം കുടിയേറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ട്രംപിന്റെ വിമർശനം. ഇസ്രയേൽ പലസ്തീൻ വിഷയം മുൻനിർത്തി ഷൂമർ കൈക്കൊള്ളുന്ന അസ്ഥിരമായ നിലപാടുകളെയും ട്രംപ് ശക്തമായി ചോദ്യം ചെയ്തു. ഇസ്രയേലിനോട് ഷൂമർ പുലർത്തുന്ന നിലപാടുകളിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ആരോപിച്ച ട്രംപ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സ്വന്തം തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തിയാണെന്ന് ഷൂമർ എന്ന് കുറ്റപ്പെടുത്തി. ഒരു വശത്ത് ഇസ്രയേലിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് പാർട്ടിക്കുള്ളിലെ പുരോഗമന ചിന്താഗതിക്കാരായ പലസ്തീൻ അനുകൂലികളുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ഷൂമറുടെ ഇരട്ടത്താപ്പാണ് ട്രംപ് തുറന്നു കാട്ടിയത്. മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ ഷൂമറുടെ വിദേശ നയ നിലപാടുകൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന തരത്തിലാണ് ട്രംപ് തന്റെ വിമർശനം മുന്നോട്ട് വെച്ചത്. തമാശയും ആക്ഷേപഹാസ്യവും രാഷ്ട്രീയമായ മൂർച്ചയുള്ള ആക്രമണങ്ങളും ഇടകലർത്തി അവതരിപ്പിക്കാനുള്ള ട്രംപിന്റെ പ്രത്യേക ശൈലി ഈ ചടങ്ങിലും പ്രകടമായിരുന്നു. സദസ്സിൽ ചിരി പടർത്തിയെങ്കിലും പ്രസംഗത്തിന്റെ കാതൽ രാഷ്ട്രീയമായ ആക്രമണം തന്നെയായിരുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വടംവലിയുടെ മറ്റൊരു പ്രധാന അധ്യായമായി ഈ പ്രസംഗം മാറുകയാണ് ഉണ്ടായത്. കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കണമെന്നും അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി തടയണമെന്നും വാദിക്കുന്ന ട്രംപിന്റെ നിലപാടുകളും കുടിയേറ്റക്കാർക്ക് കൂടുതൽ സംരക്ഷണം നൽകണമെന്ന് വാദിക്കുന്ന ഡെമോക്രാറ്റുകളുടെ നിലപാടുകളും തമ്മിലുള്ള ആശയ പോരാട്ടമാണ് ഇവിടെ വീണ്ടും തെളിഞ്ഞത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഇസ്രയേൽ ലോബിയുടെയും വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ ഇരു പാർട്ടികളും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ പരസ്യമായ ഏറ്റുമുട്ടൽ. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നർ സാധാരണയായി പ്രസിഡന്റുമാർ മാധ്യമങ്ങളുമായും എതിർ പാർട്ടി നേതാക്കളുമായും സൗഹൃദം പങ്കുവെക്കുന്ന വേദിയായാണ് അറിയപ്പെടുന്നത്. എന്നാൽ ട്രംപ് ഈ വേദിയെ തന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി. ഷൂമറെ ലക്ഷ്യമിട്ടതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ഡെമോക്രാറ്റുകൾക്കെതിരെ ഏത് തരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും ട്രംപ് പുറത്തെടുക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തുവരുന്നത്. ട്രംപിന്റെ ഈ കടുത്ത പ്രസംഗത്തോട് ചക് ഷൂമറും ഡെമോക്രാറ്റിക് ക്യാമ്പും വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ പരിഹാസങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡെമോക്രാറ്റുകൾ. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയ ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായും ആശയപരമായും ഒരേപോലെ തകർക്കുകയാണെന്ന ട്രംപിന്റെ തന്ത്രപരമായ നീക്കമാണ് വൈറ്റ് ഹൌസ് ഡിന്നറിൽ കണ്ടത്. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ധ്രുവീകരണം കൂടുതൽ തീവ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.